ഭിന്നശേഷി മേഖലയിൽ കേരളം നമ്പർ 1 ആണ് എന്നാണ് പറയുന്നത്. ഇതിനെപ്പറ്റി ലോകസഞ്ചാരി എന്ന നിലയിൽ അങ്ങയുടെ കാഴ്ചപ്പാട് എന്താണ്? ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ലോകത്തിലെ നമ്പർ 1 അല്ല നമ്മൾ. അത് സത്യമാണ്. കാരണം നമ്മൾ വികസിതമായ നാടുകളിലേക്ക് എവിടെ ചെല്ലുമ്പോഴും അവിടെ ഓരോ സ്ഥലത്തും എല്ലാ കാര്യത്തിലും ഫസ്റ്റ് പ്രയോറിറ്റി ഭിന്നശേഷി അല്ലെങ്കിൽ മറ്റ് അവശതകൾ എന്തെങ്കിലുമൊക്കെ ഉള്ള ആളുകൾക്ക് തന്നെയാണ്. അതൊരു നമ്മളൊരു തിയേറ്ററിൽ ചെല്ലുമ്പോഴാവട്ടെ, നമ്മളൊരു റെസ്റ്റോറന്റിൽ ചെല്ലുമ്പോഴാവട്ടെ, നമ്മളൊരു മ്യൂസിയത്തിൽ ചെല്ലുമ്പോഴാവട്ടെ, ഒരു സർക്കാർ ഓഫീസിൽ ചെല്ലുമ്പോഴാവട്ടെ, ഇവിടെയൊക്കെ അവർക്ക് വേണ്ടിയുള്ള കരുതൽ വളരെ പ്രകടമായി ഈ പറഞ്ഞ വികസിത നാടുകളിലെല്ലാം നമുക്ക് കാണാൻ കഴിയും. ഈ അടുത്ത കാലത്തായിട്ടാണ് നമ്മളുടെ പൊതുസ്ഥലങ്ങളിൽ പോലും ഭിന്നശേഷി സൗഹൃദമായ ഫെസിലിറ്റികൾ വേണമെന്ന നിർദ്ദേശങ്ങൾ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ പോലും നമ്മൾ ഉൾപ്പെടുത്തി തുടങ്ങിയിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ഒരു വിമാനത്തിലേക്ക് യാത്രക്കാരനായിട്ട് കയറുകയാണെങ്കിൽ ആദ്യം കയറ്റുന്നത് ആരെയാണ്? അല്ലെ, അസിസ്റ്റൻസ് ആവശ്യമുള്ള ആളുകളെയാണ് ആദ്യം കയറ്റുന്നത്. അവർ കയറി അവരെ സ്വസ്ഥമായിട്ട് ഇരുന്നെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഫസ്റ്റ് ക്ലാസ്സുകാരനെയും ബിസിനസ് ക്ലാസ്സുകാരനെയും ആ വിമാനത്തിൽ കയറ്റുള്ളൂ. എന്നാൽ നമ്മുടെ പൊതു ഗതാഗത സംവിധാനങ്ങളിൽ, നമ്മുടെ ട്രെയിനുകളിൽ, നമ്മുടെ ബസ്സുകളിൽ എന്താണ് ആ സ്ഥിതി? ഭിന്നശേഷി സൗഹൃദമായ രീതിയിൽ ഇനിയും നമ്മൾ മാറേണ്ടിയിരിക്കുന്നു.